ഇന്ത്യയിൽ ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് കൗശാംബി എന്നൊരു ജില്ല. ആ ജില്ലയിൽ പന്നോ എന്ന ഒരു ചെറിയ മനോഹരമായ ഗ്രാമം. ആ ഗ്രാമത്തിൽ 2017 ജൂലൈ മാസം 5-ന് രാവിലെ 7 മണിക്ക് ആ ഗ്രാമത്തിന് അല്പം പുറത്തുള്ള ഒരു പ്രദേശത്ത് ചില ആളുകൾ നടന്നു പോകുമ്പോൾ അകലെ ഒരു വിചിത്രമായ വസ്തു കണ്ടു. അടുത്തേക്ക് പോയപ്പോൾ അവർക്ക് മനസ്സിലായി അതൊരു മനുഷ്യ ശരീരമാണെന്ന്. അതൊരു സ്ത്രീയുടെ ശരീരമായിരുന്നു. പക്ഷെ അവർക്ക് ആ സ്ത്രീയുടെ മുഖം വ്യക്തമായി കാണാൻ സാധിച്ചില്ല. ആ ശരീരം നിലത്തേക്ക് മുഖം താഴ്ത്തി കിടക്കുന്നത് കണ്ടു. പരിഭ്രാന്തരായ ഗ്രാമവാസികൾ ഉടൻ തന്നെ പോലീസിനെയും അറിയിച്ചു. അടുത്ത 10 മിനിറ്റിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും ആ സ്ഥലത്തെത്തി. ഇപ്പോൾ പതുക്കെ അവർ ആ മൃതദേഹം നോക്കി. അതൊരു സ്ത്രീയുടെ ശരീരമാണ്. ആ സ്ത്രീനെ എങ്ങനെയാണ് മരിച്ചതെന്ന് നോക്കിയാൽ അവളുടെ നെറ്റി ആ ഭാഗത്ത് ഒരു ചെറിയ മുറിവുണ്ട്. തുടക്കത്തിൽ അതൊരു വെടിയേറ്റ മുറിവാണെന്ന് അവർ കരുതി. പക്ഷേ ആ പരിക്കിന്റെ വലിപ്പം ഒരല്പം കൂടുതലായിരുന്നു. അവിടെ കൂടുതൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പോലീസിന് നെറ്റിയിലെ മുറിവ് എങ്ങനെ വന്നു എന്ന് തുടക്കത്തിൽ അവർക്ക് ഊഹിക്കാൻ സാധിച്ചില്ല. മാത്രമല്ല, സംഭവ സ്ഥലം പരിശോധിക്കുമ്പോൾ ഈ സ്ത്രീയുടെ ഐഡന്റിറ്റി അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. സാധാരണയായി ഒരു സ്ത്രീ പുറത്തേക്കൊക്കെ പോവുകയാണ്. ഇപ്പൊ ഈ കൊല്ലപ്പെട്ട സ്ത്രീ തന്നെ ഒരല്പം വിദ്യാസമ്പന്നയൊക്കെ ആണെങ്കിൽ ഒരു ഹാൻഡ് ബാഗ് ഉണ്ടാകും. അതിനകത്ത് തീർച്ചയായും ഡ്രൈവിംഗ് ലൈസൻസോ ആധാർ കാർഡോ മറ്റെന്തെങ്കിലും ഒരു ഐഡന്റിറ്റി ഉണ്ടാകും. എന്നാൽ ഈ സ്ത്രീയുടെ ശരീരത്തിന് സമീപം അവർക്ക് ഒരു തരത്തിലുള്ള ഇങ്ങനെയുള്ള ഐഡന്റിറ്റീസ് ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ഇതിനെല്ലാം അപ്പുറം പോലീസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ കണ്ടു. നെറ്റിയിൽ അത്രയും വലിയൊരു മുറിവുണ്ട്. അപ്പോൾ അവിടെ തീർച്ചയായും രക്തം വാർന്നൊഴുകിയിട്ടുണ്ടാകണം. എന്നാൽ ആ സ്ത്രീയെ കണ്ടെത്തിയ സ്ഥലത്തിന് സമീപത്ത് ഒരു തുള്ളി രക്തം പോലും ഉണ്ടായിരുന്നില്ല. പോലീസിന് ഒരു കാര്യം വ്യക്തമായി അനുമാനിക്കാൻ സാധിച്ചു. ഈ സ്ത്രീയെ മറ്റെവിടെയോ കൊലപ്പെടുത്തി മൃതദേഹം ഇവിടെ ഉപേക്ഷിച്ചതാണ്. ഏതൊരു കൊലപാതക കേസിലും കൊല്ലപ്പെട്ട സ്ത്രീയുടെ വ്യക്തിത്വം, ഐഡന്റിറ്റി മനസ്സിലാക്കിയാൽ മാത്രമേ അവളെ ആര് കൊന്നു എന്ന് കണ്ടെത്താൻ സാധിക്കൂ. ഒന്നാമതായി പോലീസ് ആ ഗ്രാമത്തിലെ ആളുകൾ ഒരു 20-25 പേരെ വിളിച്ചു കൊണ്ടുവന്ന് ഈ സ്ത്രീയുടെ ഡെഡ് ബോഡി കാണിച്ചു കൊടുത്തു. ഇവളെ നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു. ആർക്കും ആ സ്ത്രീ ആരാണെന്ന് പോലും അറിയില്ല. അതിനുശേഷം പോലീസ് തൊട്ടടുത്തുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലും ഇതുപോലെ എന്തെങ്കിലും മിസ്സിംഗ് കംപ്ലൈന്റ് ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു. അങ്ങനെ കംപ്ലൈന്റ്സ് ഒന്നും വന്നിട്ടില്ല. ഇപ്പൊ പോലീസിന് മറ്റ് മാർഗമില്ല. സ്ത്രീയുടെ ഐഡന്റിറ്റി കണ്ടെത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് അവളുടെ ഒരു ഫോട്ടോ എടുത്ത് പ്രാദേശിക TV മാധ്യമങ്ങളിലെല്ലാം കൊടുത്തു. എന്നിട്ടും അവളെക്കുറിച്ചുള്ള യാതൊരു വിവരവും ലഭിച്ചില്ല. ഇങ്ങനെ ചില ദിവസങ്ങൾ പോകുന്നു. ജൂലൈ മാസം 5-ാം തീയതിയാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. പോലീസ് അടുത്ത് ചെയ്തത് കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തു. ബന്ധുക്കൾ ആരും ഈ ഡെഡ് ബോഡി ഏറ്റെടുക്കാൻ വന്നിട്ടില്ല. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാനായി അനുവാദം നൽകണമെന്ന് കാണിച്ചുകൊണ്ടൊരു ഹർജി ഫയൽ ചെയ്തു. അനുവാദവും ലഭിക്കുന്നു. ജൂലൈ മാസം 9-ാം തീയതി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തുടങ്ങുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളായിരുന്നു പുറത്തു വന്നത്. പാത്തോളജിസ്റ്റ് പറഞ്ഞത് കൊലപാതകത്തിന് മുൻപ് ഈ സ്ത്രീയെ ലൈംഗികമായി ആരോ പീഡിപ്പിച്ചിട്ടുണ്ട്. അത് 1-2 പേരല്ല, ഒരു കൂട്ടം ആളുകൾ. ബലാത്സംഗത്തിന് ഈ പെൺകുട്ടി ഇരയായിട്ടുണ്ട്. രണ്ടാമതായി മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം, നെറ്റിയിലെ ആ മുറിവ്. അവളെ ആരോ നെറ്റിയിൽ തോക്കുവെച്ച് വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ആദ്യം സാധാരണ നെറ്റിയിൽ വെടിവെച്ചാൽ തീർച്ചയായും ഒരാൾ മരിക്കും. പക്ഷെ എങ്കിലും അവളുടെ മരണം ഒന്നുകൂടെ ഉറപ്പിക്കുവാൻ വേണ്ടി, സ്ഥിരീകരിക്കാൻ, ആ വെടിവെച്ചതിന് ശേഷം പോലും മറ്റേതോ ഒരു മൂർച്ചയുള്ള വസ്തു ഉപയോഗിച്ച് ആ വെടിയുണ്ട കയറി ആ ദ്വാരത്തിനുള്ളിലേക്ക് കയറ്റി ഇറക്കിയിട്ടുണ്ട്. അവിടെ വീണ്ടും കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട്. മൊത്തത്തിൽ ആ പെൺകുട്ടിയുടെ അവസാന നിമിഷങ്ങൾ അത്രത്തോളം ക്രൂരമായിരുന്നു. ഞാൻ ഇതിനകം പറഞ്ഞതുപോലെ സ്ത്രീയുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുൻപ് പോലീസ് ഫോട്ടോ എടുത്തിരുന്നു. ആ ഫോട്ടോ ലോക്കൽ TVയിലും ന്യൂസ് മീഡിയാസിലെല്ലാം വീണ്ടും കാണിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ആ പെൺകുട്ടി മരിച്ചു ഒരാഴ്ചയ്ക്ക് ശേഷം ജൂലൈ മാസം 12-ാം തീയതി ഒരാൾ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നൊരു കാര്യം പറഞ്ഞു. സർ, നിങ്ങൾ ഈ TVയിലും പത്രത്തിലൊക്കെ ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ആ സ്ത്രീ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ട്. ഇടയ്ക്കിടെ അവർ പോസ്റ്റ് ചെയ്യുമായിരുന്നു എന്നും പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞ ആ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ചെന്ന് പോലീസും പരിശോധിച്ചു. അങ്ങനെ കൊല്ലപ്പെട്ട ഈ സ്ത്രീയുടെ ഐഡന്റിറ്റി കണ്ടെത്തി. ആ സ്ത്രീയുടെ പേര് ഹീന എന്നായിരുന്നു. ഹീന ദൽറേജ എന്നാണ് അവളുടെ പേര്. ഹീന മരിക്കുന്നതിന് ഒരു ദിവസം മുൻപ് ജൂലൈ മാസം 4-ന് കൃത്യം രാത്രി 10:45 ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. 10:46 ഒരു പോസ്റ്റ് ഇട്ടു. ഇതിന് ശേഷമാണ് അവൾ മരിച്ചത്. ഒന്നുകിൽ അവൾ ജൂലൈ മാസം 4-ാം തീയതി രാത്രി തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ടാകണം, അല്ലെങ്കിൽ ജൂലൈ മാസം 5-ാം തീയതി അതിരാവിലെ കൊല്ലപ്പെട്ടിട്ടുണ്ടാകണം. ഇങ്ങനെയായിരുന്നു പോലീസ് അനുമാനിച്ചത്. ഇപ്പോൾ ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി മനസ്സിലായി. ഇനി അവളുടെ കുടുംബാംഗങ്ങൾ ആരാണെന്ന് അറിഞ്ഞാൽ അവൾക്കുള്ള ശത്രുക്കൾ ആരാണെന്നും അറിയാൻ സാധിക്കും. അതിലൂടെ ഹീനയെ ആര് കൊന്നുവെന്നും കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് വീണ്ടും ആ ഫേസ്ബുക്ക് പ്രൊഫൈൽ പോലീസുകാർ വീണ്ടും പരിശോധിച്ചു. ഒരു സ്ഥലത്ത് വെച്ച് അവളുടെ വിലാസം കണ്ടെത്തി. ഉത്തർപ്രദേശ് സ്റ്റേറ്റിലുള്ള അലഹാബാദിലെ മീരാപൂർ എന്ന സ്ഥലം.
ഈ അഡ്രസ്സിലേക്ക് നേരെ ചെന്ന് പോലീസ് ആ വീടിന്റെ വാതിൽ തട്ടി. ഒരു വയസ്സായ സ്ത്രീ വന്ന് വാതിൽ തുറന്നു. അവരുടെ പേരെന്താണെന്ന് ചോദിച്ചു. എൻ്റെ പേര് നീലിമ. ഹീന നിങ്ങളുടെ മകളാണോ എന്നും ചോദിച്ചു. അതെ, അവൾ എൻ്റെ മകളാണ്, എൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. അവൾ പുറത്തു പോയിട്ട് 10 ദിവസമായിട്ടുണ്ടാകും, പക്ഷെ ഇതുവരെ വന്നില്ല എന്നും പറഞ്ഞു. ശരി, അന്നത്തെ ദിവസം എന്താണ് സംഭവിച്ചത്? മകൾ എത്ര മണിക്കാണ് പോയത്? ഒന്ന് വിവരിച്ചു പറയാമോ എന്നും ചോദിച്ചു. ഈ ചോദ്യത്തിന് ആദ്യമേ തന്നെ അമ്മ പറഞ്ഞത്, ഞങ്ങൾ വീട്ടിൽ ഒരുമിച്ചാണ് താമസിക്കുന്നതെങ്കിൽ കൂടിയും എനിക്കും അവൾക്കും യാതൊരു ബന്ധവുമില്ല. അവൾ എൻ്റെ മകളൊക്കെ തന്നെയാണ്, പക്ഷേ മറ്റേതൊരു മാർഗവും ഇല്ലാതെ ഞാൻ അവളുടെ അമ്മയായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീട്ടിൽ അവളെ താമസിപ്പിക്കുന്നത്. അല്ലാതെ എനിക്കും അവൾക്കും യാതൊരു ബന്ധവുമില്ല എന്ന രീതിയിൽ പറഞ്ഞു. സാധാരണ സ്വന്തം മകൾ എത്ര തന്നെ പ്രശ്നം ചെയ്താലും ഒരമ്മയും മകളെ എവിടെയും ഇങ്ങനെ തള്ളിപ്പറഞ്ഞ് സംസാരിക്കില്ല. പക്ഷെ ഇവിടെ അമ്മ തന്നെ മകളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നു. പോലീസ് എന്ത് വലിയ ഞെട്ടലുണ്ടാക്കി. ഈ സമയം പോലീസ് പറഞ്ഞത്, നിങ്ങളുടെ മകൾ കൊല്ലപ്പെട്ടു. ആ സമയത്ത് പോലും ആ അമ്മയുടെ മുഖത്ത് യാതൊരു ഭാവ വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ഒരു ഞെട്ടൽ പോലും പോലീസിനെ കൊണ്ട് കാണാൻ സാധിച്ചില്ല. ശരി, അവൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം, അവൾ ചെയ്ത തെറ്റിന് അവൾ ശിക്ഷ അനുഭവിച്ചു. അല്ലാതെ ഈ ഒരു കേസിൽ എന്നെ ലിങ്ക് ചെയ്യരുത്. എനിക്കും എൻ്റെ മകൾക്കും യാതൊരു ബന്ധവുമില്ല. എൻ്റെ മകളെക്കുറിച്ച് ഇനി നിങ്ങൾ എന്നോട് ഒന്നും തന്നെ ചോദിക്കരുത് എന്ന രീതിയിൽ അവർ പറഞ്ഞ് പോലീസിനെ പുറത്താക്കി വാതിലടച്ചു. അമ്മ തന്നെ മകളെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ്. മകൾ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ പോലും ആ അമ്മയുടെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ അമ്മയ്ക്കും ഈ കൊലപാതകത്തിനും എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാകുമോ എന്ന രീതിയിൽ ആ ഒരു രീതിയിലും പോലീസ് ചിന്തിച്ചു നോക്കി. രാത്രി 10:30 ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിനു ശേഷം ഹീന എന്ന പെൺകുട്ടി ആരെയാണ് കാണാൻ പോയത്? യഥാർത്ഥത്തിൽ അവൾക്ക് എന്താണ് സംഭവിച്ചത്? ഏത് പിശാചുക്കളാണ് അവളോട് തെറ്റായി പെരുമാറി ഇത്ര ക്രൂരമായി അവളെ കൊന്നത്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളും ട്വിസ്റ്റ് ആൻഡ് ടേൺസുകളും നിറഞ്ഞ ഉത്തർപ്രദേശിൽ സംഭവിച്ച വളരെ വ്യത്യസ്തമായ ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇഷ്ടപ്പെട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റിൽ പറയുക. നിങ്ങൾ നൽകുന്ന ഓരോ കമൻറ്റും ലൈക്കുമായിരിക്കും മറ്റൊരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ സഹായിക്കുന്നത്. മരിച്ച ഹീന എന്ന പെൺകുട്ടിയുടെ അമ്മയുടെ പക്കൽ നിന്ന് യാതൊരു വിവരവും ലഭിക്കാത്തത് കൊണ്ട് ഹീനയെക്കുറിച്ച് മറ്റൊരു രീതിയിൽ പോലീസ് അന്വേഷിക്കാൻ തുടങ്ങി. അവൾ അലഹാബാദിലെ ഹൂക്ക എന്ന ബാറിലായിരുന്നു ജോലി നോക്കിയത്. നേരിട്ട് പോലീസ് ആ ബാറിലേക്ക് തന്നെ ചെല്ലുന്നു. അവളെക്കുറിച്ച് അന്വേഷിക്കുന്നു. എംപ്ലോയീസിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ ഹീന കൊല്ലപ്പെടുന്നതിന് മുൻപ് വരെയും ഈ ഹൂക്ക ബാറിലായിരുന്നു അവൾ ജോലി ചെയ്തത്. അവളുള്ള മാനേജരോട് ചോദിച്ചു. അവർ പറഞ്ഞത്, ഹീന വളരെ സന്തോഷവതിയായ ഒരു പെൺകുട്ടിയാണ്. അതും ഈ ഹൂക്ക ബാർ എന്നത് ഇവിടെ വരുന്നവരെല്ലാം വളരെ സമ്പന്ന കുടുംബത്തിൽ ഉള്ളവരായിരിക്കും. അവരെല്ലാവരുമായി അവൾ വളരെ എളുപ്പത്തിൽ തന്നെ മിങ്കിളാകും. ഹീനയെ ചുറ്റിപ്പറ്റിയുള്ള സുഹൃത്തുക്കൾ എല്ലാവരും സമ്പന്നരായിരിക്കും, അല്ലെങ്കിൽ VIPസിന്റെ മക്കളായിരിക്കും. ഇത് കൂടാതെ ഹീനയ്ക്ക് ഇവിടെ വലിയ പ്രശ്നങ്ങളുള്ളതായി ഞങ്ങൾക്ക് തോന്നിയിട്ടേ ഇല്ല എന്ന് മാനേജ്മെന്റ് പറഞ്ഞു. ഇതിലൂടെ ഹീനയുടെ സ്വഭാവം എന്താണെന്ന് പോലീസിന് മനസ്സിലായി. നിരവധി പുരുഷന്മാരുമായി കോണ്ടാക്ട്സ് ഉണ്ട്, അതും സമ്പന്നരായവർ. കൂടാതെ ഹൂക്ക ബാറിൽ ജോലി ചെയ്യുന്നതിനാൽ ധാരാളം മദ്യം, മോശം ശീലം എല്ലാം അവൾക്കുണ്ടായിരുന്നു. പാർട്ടി നടത്തുക, എല്ലാവരുമായി കറങ്ങി നടക്കുക. അതിനാൽ പോലീസ് അവിടെ അടുത്ത ഘട്ട അന്വേഷണം ആരംഭിച്ചത് കൊല്ലപ്പെടുന്നതിന് മുൻപ് ഹീന ആരോടാണ് സംസാരിച്ചത്, അവസാനമായി ഹീനയെ ആരാണ് കണ്ടത്. ഇതൊക്കെ പരിശോധിക്കുമ്പോൾ ജൂലൈ മാസം 4-ാം തീയതി രാത്രി ആദ്നൻ ഖാൻ എന്ന വ്യക്തിയായിരുന്നു വിളിച്ചത്. ഒരു പക്ഷേ ഇവൾ ആ വ്യക്തിയെ കാണാൻ പോകാൻ സാധ്യതയുണ്ടെന്ന രീതിയിലും പോലീസ് ചിന്തിച്ചു. എങ്കിലും പോലീസ് ഒന്നുകൂടെ ഉറപ്പുവരുത്തണം. അതിനാൽ വീണ്ടും ഹീനയുടെ അമ്മയെ കാണാൻ പോകുന്നു. അവർ പറഞ്ഞത്, എൻ്റെ മകളെക്കുറിച്ച് എനിക്കൊന്നും പറയാൻ കഴിയില്ല, പക്ഷെ അവസാനമായി അവൾ പോയത് ജൂലൈ മാസം 4-ാം തീയതി രാത്രി ഒരു 11 മണിക്ക്. എവിടെ പോകുന്നുവെന്ന് ചോദിച്ചപ്പോൾ സുഹൃത്തിനെ കാണാൻ ഡൽഹിയിലേക്ക് പോകുന്നു എന്നവൾ പറഞ്ഞു. ശരി, പോയിട്ട് വാ എന്ന് ഞാനും പറഞ്ഞു. എനിക്ക് നന്നായി അറിയാം അവൾ കള്ളമാണ് പറയുന്നത് എന്ന്. അവൾ എന്നോടൊരിക്കലും സത്യം പറഞ്ഞിട്ടേയില്ല. അവൾക്ക് എന്താണ് തോന്നുന്നത് അത് അവൾ ചെയ്യും. ഇങ്ങനെയായിരുന്നു ആ അമ്മ മറുപടി പറഞ്ഞത്. ഇപ്പോൾ ഈ അമ്മ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പ്രകാരം നോക്കിയാൽ അവസാനമായി ആദ്നൻ ഖാൻ ഫോൺ ചെയ്തിട്ടുണ്ട്. അയാളെ ആയിരിക്കും ഒരുപക്ഷെ അവൾ കാണാൻ പോയത് എന്ന് മനസ്സിലാക്കിയ പോലീസ് അയാളെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. പക്ഷേ ആദ്നൻ ഖാന്റെ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഫോൺ നമ്പർ വെച്ച് അഡ്രസ് എടുക്കുന്നു. അലഹാബാദിൽ തന്നെയുള്ള അയാളുടെ വീട്ടിലേക്ക് അന്വേഷിക്കാൻ പോയി. ആ വീട്ടിലേക്ക് പോകുമ്പോൾ തന്നെ പോലീസിന് മനസ്സിലായി ആദ്നൻ ഖാൻ എന്ന വ്യക്തിയുടെ അച്ഛൻ ഒരു വലിയ ബിസിനസ്മാൻ ആണെന്ന്. സമ്പന്ന കുടുംബമാണ്. ആ വീട്ടിൽ അമ്മയും അച്ഛൻ 2 പേരുണ്ടായിരുന്നു. മകൻ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ
അവൻ ജൂലൈ മാസം 4-ാം തീയതി വീട്ടിൽ നിന്നും പോയി. 2 സുഹൃത്തുക്കളുമായാണ് പോയത്. പിന്നീട് അവൻ എവിടെ പോയെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല, വിളിച്ചിട്ടേ ഇല്ല എന്നും പറഞ്ഞു. ആദ്നൻ ഖാൻ മിസ്സായി എന്നറിഞ്ഞപ്പോൾ തന്നെ അയാൾക്കും ഹീനയുടെ കൊലപാതകത്തിനും ഒരു ബന്ധമുണ്ടെന്ന് മനസ്സിലായി. പോലീസ് വീണ്ടും വളരെ കാഷ്വലായി ആദ്നൻ ഖാന്റെ അമ്മയോട് ചോദിച്ചു, ഈ ഹീന എന്ന പെൺകുട്ടിയെ നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു. ഇതിന് അവളുടെ അമ്മ പറഞ്ഞ മറുപടി, പിന്നെ നന്നായി അറിയാമല്ലോ, അവൾ മറ്റാരുമല്ല, എൻ്റെ മകന്റെ ഭാര്യ തന്നെയാണ്. ഇപ്പോൾ ഒരു സെക്കൻഡ് പോലീസ് തന്നെ അങ്ങ് ഞെട്ടിപ്പോയി. എന്ത്? ആദ്നൻ ഖാൻ ഹീനയുടെ ഭർത്താവാണോ? അപ്പോൾ എന്തിനു വേണ്ടി ഹീന അമ്മയുടെ വീട്ടിൽ താമസിക്കുന്നു? ആദ്നൻ ഖാൻ എന്തിന് അവന്റെ അച്ഛനും അമ്മയുമായി താമസിക്കുന്നു? ഹീന എന്തിനു വേണ്ടി ഭർത്താവിനെ കാണാൻ അന്നത്തെ ദിവസം രാത്രി പുറത്തിറങ്ങി? ഇങ്ങനെ നിരവധി ചോദ്യം പോലീസിന്റെ മനസ്സിൽ തന്നെ വരാൻ തുടങ്ങി. ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി, ഉത്തരം ലഭിക്കണമെങ്കിൽ ചില വർഷങ്ങൾ പിന്നിലേക്ക് പോകണം. ഹീനയുടെ ജീവിത രീതിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കുകയുള്ളൂ. ഹീന അലഹാബാദിലാണ് ജനിച്ചു വളർന്നത്. അവളാണ് ആ വീട്ടിലെ ഏക മകൾ. അച്ഛനും അമ്മയും അവളെ ലാളിച്ചു വളർത്തി. ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കും. ഇത് കാലക്രമേണ അവളെ ഒരു ചീത്ത കുട്ടിയാക്കി മാറ്റാനിടയാക്കി. ഏതാണ്ട് ഹീന ഒരു സ്പോയിൽഡ് ചൈൽഡായി വളർന്നു വരാൻ തുടങ്ങി. മകൾ എന്ത് ചോദിച്ചാലും അച്ഛൻ വാങ്ങിക്കൊടുക്കും. ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാം ലഭിക്കുന്ന ഒരു മനോഭാവം അവൾക്കുണ്ടായി. അങ്ങനെ കോളേജ് കാലം. ഫാഷൻ ഡിസൈനിങ്ങിൽ അവൾക്ക് താല്പര്യം കൂടുതലായിരുന്നു. അതും ഈ പാർട്ടി, ഫ്രണ്ട്സ്, ഇതിനൊക്കെ സമയം ചിലവഴിക്കുന്നതിനും താല്പര്യമുണ്ട്. ഇതിനൊക്കെ അവളുടെ മാതാപിതാക്കൾ ശക്തമായ എതിർപ്പ് കാണിച്ചു. പക്ഷെ എന്നിരുന്നാലും മാതാപിതാക്കളുടെ വാക്ക് കേൾക്കാതെ സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കുക, മദ്യപിക്കുക, ആൺ സുഹൃത്തുക്കളുമായി കറങ്ങുക, ഇങ്ങനെ അത്തരമൊരു ജീവിതം നയിച്ചു. ഈ സമയത്ത് പെട്ടെന്നൊരു ദിവസം അവളുടെ അച്ഛൻ രോഗബാധിതനായി മരിച്ചു. ഇതുവരെയും ആ കുടുംബത്തെ നോക്കിയിരുന്നത് അച്ഛനായിരുന്നു. അതായിരുന്നു ഒരേ ഒരു വരുമാനം. ഇപ്പോൾ അദ്ദേഹം മരിച്ചതോടെ ഹീന ജോലിക്ക് പോകണമെന്ന നിർബന്ധത്തിലേക്ക് വന്നു. അപ്പോഴാണ് അവൾ ഹൂക്ക ബാറിൽ ജോലിക്ക് വരുന്നത്. അവൾ ഇതിനകം തന്നെ ഒരു സ്പോയിൽഡ് ചൈൽഡാണ്. ഇപ്പോൾ ഈ ഹൂക്ക ബാറുള്ള സ്ഥലത്തേക്ക് വന്നപ്പോൾ വീണ്ടും ഒരുപാട് മോശം ആളുകളുമായി കൂട്ടുകൂടാൻ സാധ്യതയുണ്ട്. അമിതമായി മദ്യപിക്കാനും മയക്കുമരുന്നിനും അടിമയാകുന്നു. അവളുടെ ചുറ്റും എപ്പോഴും ധാരാളം സമ്പന്ന സുഹൃത്തുക്കളുണ്ടാകും, ആൺകുട്ടികളുണ്ടാകും. ധാരാളം മദ്യവും പണവും ലഭിക്കാൻ തുടങ്ങി. ഇപ്പോഴായിരുന്നു ആദ്നൻ എന്ന വ്യക്തി ഫേസ്ബുക്കിലൂടെ ഹീനയെ പരിചയപ്പെടുന്നത്. ഹീന ഇടയ്ക്കിടെ അവളുടെ ആക്ടിവിറ്റി എല്ലാം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആദ്നൻ ഖാൻ വലിയൊരു ബിസിനസ്മാന്റെ മകനാണ്. സാധാരണ ഇങ്ങനെയുള്ള VIPസിന്റെ മക്കൾക്ക് ചുറ്റും എപ്പോഴും ഒരു 2 സുഹൃത്തുക്കൾ ഉണ്ടാകും. അതൊരു കോമൺ ആണ്. ഇവിടെയും അങ്ങനെ ഉണ്ടായിരുന്നു. ഖാലിദ് അഹമ്മദ്, വിക്കി, ഈ 2 പേരും ബോഡി ഗാർഡ് പോലെ എപ്പോഴും ആദ്നൻ എന്ന വ്യക്തിയുടെ ഒപ്പം തന്നെ ഉണ്ടാകും. ഇയാൾക്ക് ഫേസ്ബുക്കിലൂടെ കണ്ട് ഹീന ഇഷ്ടപ്പെട്ടു. അവൾ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് അന്വേഷിക്കുമ്പോഴാണ് ഹൂക്ക ബാർ. അവിടെ ചെന്ന് നോക്കാമെന്ന് കരുതി ഈ 2 സുഹൃത്തുക്കളോടൊപ്പം അയാൾ ഹൂക്ക ബാറിലേക്ക് പോകുന്നു. ഹീനയെ കാണുന്നു. അവളുമായി നല്ലൊരു സൗഹൃദം സ്ഥാപിച്ചു. ഹീനയെ സംബന്ധിച്ചിടത്തോളം ആദ്നൻ ഖാൻ ഒരു സമ്പന്നനായതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ അടുക്കാൻ തുടങ്ങി. പക്ഷെ മറ്റുള്ളവർക്കും ഈ ആദ്നൻ ഖാനും ഇടയിൽ ഒരു വ്യത്യാസം ഹീന മനസ്സിലാക്കി. മറ്റുള്ള എല്ലാവരും വരും, പാർട്ടി നടത്തും, ഒരു കാഷ്വൽ റിലേഷൻഷിപ്പ്, മദ്യപിക്കും, 2 ദിവസം കറങ്ങും, എന്നിട്ട് തിരികെ പോകും. എന്നാൽ ആദ്നൻ എന്ന വ്യക്തി, അയാൾ ഒരു സീരിയസ് ആയ റിലേഷൻഷിപ്പ് വേണമെന്ന രീതിയിലായിരുന്നു അവൾ അപ്രോച്ച് ചെയ്തത്. ഇപ്പൊ ഹീന ചിന്തിച്ചു, അവൻ സമ്പന്നനാണ്, ഇവന്റെ കൂടെ ജീവിച്ചാൽ ജീവിതം സെറ്റിലായി എന്ന് കരുതി അവളും ആ സീരിയസ് റിലേഷൻഷിപ്പിനെ സമ്മതിക്കുന്നു. അങ്ങനെ ഹീന, ആദ്നൻ 2 പേരും ഒരു ഘട്ടത്തിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. വീട്ടിൽ ചെന്നിട്ട് തങ്ങൾ പ്രണയത്തിലാണ്, വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ 2 വീട്ടിൽ നിന്നും ശക്തമായ എതിർപ്പ് വരുന്നു. ഹീന ഹിന്ദു മതത്തിലുള്ളവളാണ്, ആദ്നനാണെങ്കിൽ മുസ്ലിമാണ്. അപ്പോൾ തീർച്ചയായും 2 കുടുംബം ഒരിക്കലും സമ്മതിക്കില്ല. അങ്ങനെ വീട്ടിലുള്ള എതിർപ്പ് കാരണം 2 പേരും വീട് വിട്ടിറങ്ങി വിവാഹം കഴിക്കുന്നു. നിയമപരമായി തന്നെ വിവാഹം കഴിച്ചു. വിവാഹശേഷം ആദ്യൻ ഭാര്യയെ വളരെ നന്നായി തന്നെ നോക്കി. ആദ്യത്തെ 1 വർഷം ആ വിവാഹ ജീവിതം അത്രത്തോളം സന്തോഷകരമായി പോയി. ഭാര്യയ്ക്ക് ആവശ്യമായ സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കുക, അവൾ ആഗ്രഹിക്കുന്ന, ചോദിക്കുന്ന എല്ലാ വസ്തുക്കളും വാങ്ങിക്കൊടുക്കുന്നു. ഇങ്ങനെ 1 വർഷം വളരെ സന്തോഷകരമായി മുന്നോട്ട് പോയി. 2016 അവരുടെ ആ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ഹീന ഇതിനകം ഹൂക്ക ബാറിലാണ് ജോലി ചെയ്തത്. പക്ഷെ അവൾ ഇപ്പോൾ ചെയ്ത ഒരു തെറ്റ്, വിവാഹശേഷം ആ ജോലി അവസാനിപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ അപ്പോഴും അവൾ അതേ ജോലി തുടർന്നു. അപ്പൊ പിന്നെ എന്തായിരിക്കും സംഭവിക്കുക? ധാരാളം പുരുഷന്മാർ വരും, സമ്പന്നരായ പുരുഷന്മാർ വരും, അവളോട് വളരെ വ്യത്യസ്തമായ രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കും. ചുറ്റും ഒരുപാട് പുരുഷന്മാരുണ്ട്. അതുകൊണ്ട് ഭർത്താവ് ആദ്രൻ പറഞ്ഞു, എനിക്ക് ധാരാളം പണമുണ്ടല്ലോ, നീ എന്തിനാണ് ജോലിക്ക് പോകുന്നത്? ഞാൻ നിനക്ക് ആവശ്യമായതെല്ലാം വാങ്ങിത്തരാം, നീ ഈ ജോലിക്ക് പോകണ്ട എന്ന് അവളോട് ഒരുപാട് തവണ പറഞ്ഞു. പക്ഷെ അവൾ അത് കേട്ടില്ല. ഭർത്താവിന് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. വല്ലാത്തൊരു അസ്വസ്ഥതയും അരക്ഷിതാവസ്ഥയും ഉണ്ടാകുന്നു. അവൾക്കൊരു പക്ഷേ മറ്റാരെങ്കിലുമായി ബന്ധമുണ്ടാകുമോ, തൻ്റെ ഭാര്യയോട് മറ്റാരെങ്കിലും മോശമായി പെരുമാറുമോ, ഇങ്ങനെയുള്ള ഒരു ഭയം ദിനം പ്രതി അയാൾക്ക് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഈ പ്രശ്നം ദിനം പ്രതി വർദ്ധിച്ചു വന്നപ്പോൾ ഒരു ദിവസം 2 പേരും ഇരുന്ന് സംസാരിച്ചു.
നമുക്ക് രണ്ടുപേർക്കും ഇനി ഒരിക്കലും ശരിയാകില്ല, നമുക്ക് വേർപിരിയാം. അങ്ങനെ നിയമപരമായ വിവാഹമോചനം നേടാതെ രണ്ടുപേരും സെപ്പറേറ്റ് ആയി ജീവിക്കാൻ തുടങ്ങി. ഹീന സ്വന്തം വീട്ടിൽ അമ്മയുടെ വീട്ടിലേക്കും ആദ്രൻ തന്റെ വീട്ടിലേക്കും പോകുന്നു. ഹീനയുടെ അമ്മയ്ക്ക് തുടക്കത്തിലെ വിവാഹത്തിൽ താല്പര്യമില്ല. തനിക്ക് ഭർത്താവില്ല, മകളും തന്നെ ഒറ്റയ്ക്കാക്കി പോയി, ആ ഒരു ദേഷ്യം അവർക്കുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയാണെങ്കിൽ കൂടിയും മകളല്ലേ എന്ന് കരുതി മകളെ വീട്ടിലേക്ക് കയറ്റി. എന്നാൽ വീട്ടിലേക്ക് വന്നതിന് ശേഷം പോലും ഹീനയുടെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും വന്നില്ല. വിവാഹത്തിന് മുൻപ് എങ്ങനെയാണോ ജീവിച്ചത്, ആഡംബരപൂർണ്ണവും സ്വതന്ത്രമായി ജീവിച്ചത്, അതുപോലെ തന്നെയായിരുന്നു. ഒരു മാറ്റമില്ലായിരുന്നു. വീണ്ടും ആ ബാറിലേക്ക് ജോലിക്ക് പോകാൻ തുടങ്ങി. ഇതുകൊണ്ടൊക്കെ അവളുടെ അമ്മയ്ക്ക് ഹീനയോട് വല്ലാത്ത വെറുപ്പ് തന്നെ ഉണ്ടാകുന്നു. അതുകൊണ്ട് രണ്ടുപേരും ഒറ്റ വീട്ടിലാണെങ്കിലും അന്യരെ പോലെയായിരുന്നു അവർ താമസിച്ചത്. അടുത്തിനി ആദ്രൻ സ്വന്തം അച്ഛന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു. അവരും അവനെ അംഗീകരിച്ച് ഒരുമിച്ച് ജീവിക്കുന്നു. ഈ സാഹചര്യത്തിൽ ആ കുടുംബം ചിന്തിക്കുകയാണ് മകന് മറ്റൊരു വിവാഹം കഴിപ്പിക്കണം എന്ന്. വിവാഹം കഴിയുകയും ചെയ്തു. പക്ഷെ അവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവന്റെ ആദ്യ വിവാഹം അത് നിയമപരമായി വേർപിരിഞ്ഞില്ലായിരുന്നു. ഈ ആദ്രൻ വിവാഹം കഴിച്ച കാര്യം സുഹൃത്തുക്കളിലൂടെ ഹീന അറിയുന്നു. അവൾക്ക് ദേഷ്യം വന്നു. ഉടൻ തന്നെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു പരാതി നൽകി. എന്റെ ഭർത്താവ് നിയമപരമായി വിവാഹമോചനം നേടാതെ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. ഇങ്ങനെ അയാൾക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തു. പോലീസ് അയാളെ സ്റ്റേഷനിലേക്ക് ചോദ്യം ചെയ്യാൻ വിളിച്ചു. ഈ കേസ് തെളിയിക്കപ്പെട്ടാൽ അവൻ അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. ഇക്കാലത്തിൽ ആദ്യൻ ഭാര്യ ഹീനയോട് ഒരുപാട് കേണപേക്ഷിച്ചു. അയാൾ ക്ഷമ ചോദിക്കാൻ തുടങ്ങി. കാലിൽ വീണൊക്കെ ചോദിച്ചു. ദയവ് ചെയ്ത് ഈ പരാതി പിൻവലിക്കണമെന്ന് ഒരുപാട് തവണ ഇങ്ങനെ കേണപേക്ഷിച്ചപ്പോൾ അവളും അത് സമ്മതിച്ചു. കംപ്ലൈന്റ് പിൻവലിച്ചിട്ട് ഹീന ഭർത്താവിനോട് പറഞ്ഞൊരു ആവശ്യമുണ്ട്. നീ രണ്ടാമതായി ഇപ്പോൾ വിവാഹം കഴിച്ചല്ലോ, ആ പെൺകുട്ടിയെ നീ ഡിവോഴ്സ് ചെയ്യണം, വീണ്ടും നീ എൻ്റെ കൂടെ ജീവിക്കണം എന്ന്. അയാൾക്കിതിപ്പോൾ വലിയ ഞെട്ടലായി. കാരണം ഈ രണ്ടാമത്തെ വിവാഹം എന്നത് അച്ഛനും അമ്മയും ഇഷ്ടപ്പെട്ട് മാതാപിതാക്കളുടെ സമ്മതത്തോടുകൂടി ബന്ധുക്കളുടെ ഇടയിൽ നടന്നൊരു കല്യാണമാണ്. അതുകൊണ്ട് എനിക്ക് ഈ ബന്ധം ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന് അയാൾ പറഞ്ഞു. പക്ഷെ ഹീന സാധിക്കില്ല, അത് ചെയ്തില്ലെങ്കിൽ ഞാൻ വീണ്ടും കംപ്ലൈന്റ് കൊടുക്കുമെന്നും പറഞ്ഞു. പോരാത്തതിന് ഞാനിപ്പോൾ ഗർഭിണിയാണ്, നിന്റെ കുഞ്ഞാണ് എൻ്റെ വയറ്റിൽ വളരുന്നത്, അതുകൊണ്ട് ഒരു കുഞ്ഞിനെയും പ്രസവിച്ചു എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം. സത്യത്തിൽ അവൾ ഗർഭിണിയാണോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, കള്ളമാണോ പറഞ്ഞതെന്നും അറിയില്ല. പക്ഷേ തുടർന്ന് ഭർത്താവായ ആദ്രൻ അവൾ ഇങ്ങനെയുള്ള ഭീഷണികൾ നൽകിക്കൊണ്ടേയിരുന്നു. ആദ്രൻ ഒരു ഘട്ടത്തിൽ വല്ലാത്ത മാനസിക സംഘർഷത്തിന് വിധേയനായി. തൻ്റെ ഉറ്റ സുഹൃത്തുക്കൾ ഖാലിദ്, വിക്കി രണ്ടുപേരോടും ഇക്കാര്യം പറഞ്ഞു. അവൾ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, എൻ്റെ ജീവിതം നരകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് എന്ത് ചെയ്യണമെന്നേ അറിയില്ല എന്ന് പറയുമ്പോൾ ആ രണ്ടുപേരും ഒരു ഐഡിയ പറയുന്നു. നിന്റെ ഭാര്യ ഹീന, അവൾ പൂർണ്ണമായും ഒഴിവായാൽ ഈ പ്രശ്നമെല്ലാം നിനക്ക് മാറുമല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതെ, അത് മാത്രം മതിയെന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഹീനയെ നമുക്കങ്ങ് ഒഴിവാക്കാം, കൊല്ലാം. അവളെ കൊന്നാൽ അവളുടെ അമ്മ ചോദിക്കാൻ വരില്ല, അവൾക്ക് അങ്ങനെ യാതൊരു സപ്പോർട്ടും ഇല്ല. അതുകൊണ്ട് ഹീനയെ കൊല്ലാം എന്ന് 3 പേരും ഒരു പെർഫെക്റ്റ് പ്ലാൻ തയ്യാറാക്കി. അങ്ങനെ ജൂലൈ മാസം 4-ാം തീയതി ഈ ആദ്രൻ ഹീനയെ വിളിച്ചു. എനിക്ക് നിന്നെ കാണണം, നമുക്ക് വീണ്ടും ഒരുമിച്ച് ജീവിക്കാമെന്നൊക്കെ പറഞ്ഞു. ഈ മധുര വാക്കുകൾ അവൾക്ക് വീണ്ടും ഒരു പ്രതീക്ഷ നൽകി. അവൾക്ക് വല്ലാത്ത സന്തോഷമായി. ഭർത്താവ് തൻ്റെ പക്കൽ തിരികെ വരാൻ സാധ്യതയുണ്ടെന്ന് സന്തോഷിച്ചുകൊണ്ട് ജൂലൈ മാസം 4-ാം തീയതി അവനെ കാണാനായി പോകുന്നു. ആദ്രൻ അവളെ പിക്ക് ചെയ്യാൻ വന്നു. ഹീനയ്ക്കറിയില്ല ആ കാറിൻ്റെ ഡിക്കിയിൽ ആദ്രൻ്റെ 2 സുഹൃത്തുക്കൾ വിളിച്ചിരിപ്പുണ്ടെന്ന്. ഖാലിദ്, വിക്കി രണ്ടുപേരും അതിനുള്ളിൽ ഉണ്ടായിരുന്നു. പിന്നീട് കാറ് റെഗുലറായി ഇവർ പോകുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അവിടെ പോയി ഭക്ഷണം കഴിക്കുന്നു. ഒരുപാട് അവൾക്ക് മദ്യം വാങ്ങി കൊടുക്കുന്നു. അവളെ ബോധം കെടുത്താനായി വീണ്ടും വീണ്ടും മദ്യം കുടിപ്പിച്ചു. പിന്നീട് പന്നോ എന്ന വില്ലേജിനടുത്തുള്ള ഒരു വിജനമായ പ്രദേശത്തേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയതും ഡിക്കിയിലുള്ള 2 സുഹൃത്തുക്കൾ പുറത്തേക്ക് വരുന്നു. ഇപ്പോൾ ഹീനയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അവൾ ഇതിനകം മദ്യപിച്ചിരിക്കുകയാണ്. അവളെ കാറിൽ നിന്നും എല്ലാവരും ചേർന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് നിർത്തുന്നു. ആ 2 സുഹൃത്തുക്കളും അവളെ പിടിച്ചിരിക്കുകയാണ്. അവളുടെ മുൻപിൽ വന്ന് നിന്ന് ആദ്യൻ പറഞ്ഞത്, നീ എന്താ വിചാരിച്ചത്? നീ അങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ നിനക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം നിനക്ക് ലഭിക്കുമെന്നോ? തീർച്ചയായും സംഭവിക്കില്ല. ഞാൻ നിനക്ക് നൽകാൻ പോകുന്ന ഈയൊരു വേദനാജനകമായ മരണം നീ മരിച്ചാൽ പോലും മറക്കില്ല. അങ്ങനെ മറക്കാനും പാടില്ല എന്നും പറഞ്ഞ് ഏതൊരു ഭർത്താവും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പല ക്രൂരതകൾ ആ പെൺകുട്ടിയോട് ചെയ്യാൻ തുടങ്ങി. തൻ്റെ 2 സുഹൃത്തുക്കളെ വിളിച്ചിട്ട് തൻ്റെ കൺമുൻപിൽ തന്നെ അവളെ റേപ്പ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഖാലിദ്, വിക്കി 2 പേരും ഈ ആദ്രൻ ഖാന്റെ മുൻപിൽ വെച്ച് തന്നെ ആ പെൺകുട്ടിയെ മാറി മാറി പീഡിപ്പിക്കാൻ തുടങ്ങി. പിന്നീട് ആദ്രൻ ഖാൻ തൻ്റെ കയ്യിലുണ്ടെന്ന തോക്ക് ഉപയോഗിച്ച് ഹീനയുടെ നെറ്റിയിൽ തന്നെ വെടിവെച്ചു. ഞാൻ ഇതിനകം പറഞ്ഞു, നെറ്റിയിൽ വെടിവെച്ചാൽ 100% ആ മരണം ഉറപ്പാണ്. എന്നിരുന്നാലും ഹീനയുടെ മരണം വീണ്ടും ഉറപ്പാക്കാനായി അവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തിയെടുത്ത് വെടിയുണ്ട പോയ അതേ സ്ഥലത്ത് ആ ദ്വാരത്തിൽ ആ കത്തി കയറ്റിയിറക്കി. പിന്നീട് മരിച്ചുവെന്ന് ഉറപ്പുവരുത്തിയിട്ട് ആ കാറിൽ തന്നെ അവളുടെ ഡെഡ് ബോഡി കൊണ്ടുപോയി. ചില മൈൽ ദൂരം മാറി അവളുടെ ഡെഡ് ബോഡി വലിച്ചെറിഞ്ഞു.
അപ്പോൾ അവളെ കൊന്നത് ഒരു സ്ഥലത്ത് വെച്ചാണ്, അവളുടെ ഡെഡ് ബോഡി ഇട്ടത് മറ്റൊരു സ്ഥലത്തും. ശരീരം ഡിസ്പോസ് ചെയ്യുന്നതിന് മുൻപ് പോലീസ് അവളെ തിരിച്ചറിയാതിരിക്കാനായി ഐഡന്റിറ്റി എല്ലാം മാറ്റുന്നു. ID കാർഡ്, തിരിച്ചറിയൽ രേഖകളെല്ലാം തന്നെ മാറ്റുന്നു. എന്നിട്ട് 3 പേരും അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഈ കേസിനെ സംബന്ധിച്ച് 3 പേരും രക്ഷപ്പെട്ടു പോയാലും ആദിനൻ എന്ന അവളുടെ ഭർത്താവിനെ പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തു. അയാൾ ഒരു കുറ്റസമ്മതം നടത്തി. അങ്ങനെ അടുത്ത ഈ കൊലപാതകത്തിൽ ഉൾപ്പെട്ട ബാക്കി 2 പേരെയും തിരയാൻ തുടങ്ങി. ഏതാനും മാസങ്ങൾക്ക് ശേഷം, ഒരു നീണ്ട തിരച്ചിലിന് ശേഷം ഖാലിദിനെ അറസ്റ്റ് ചെയ്തു. അവസാനം വരെയും ഈ വിക്കി എന്ന വ്യക്തിയെ, ആ സുഹൃത്തിനെ പോലീസിനെ കൊണ്ട് കണ്ടെത്താനേ സാധിച്ചില്ല. അതിന് പിന്നിലും ഒരു തിയറി പറയുന്നുണ്ട്. വിക്കി എന്ന ഈ വ്യക്തി, ഇയാൾ മറ്റൊരു ബിസിനസ്സുകാരൻ്റെ മകനാണ്. പോലീസ് ഇയാളുടെ അച്ഛനിൽ നിന്നും ഒരുപാട് പണം വാങ്ങി, അല്ലെങ്കിൽ ആ കുടുംബത്തിൽ നിന്നും പണം വാങ്ങി അയാളെ അറസ്റ്റ് ചെയ്യാതെ രക്ഷപ്പെടുത്തിയെന്ന രീതിയിൽ ഒരു തിയറി പറയുന്നുണ്ട്. ഇന്നുവരെയും ഈ ഹീന കൊലപാതക കേസിൽ, അവളോട് മോശമായി പെരുമാറിയ കേസിൽ ഭർത്താവ് ആദിനൻ, സുഹൃത്തായ ഖാലിദ്, ഈ 2 പേരെ മാത്രമാണ് അറസ്റ്റ് ചെയ്തത്. അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. ഈ കേസിന്റെ അന്വേഷണം 100% അവസാനിക്കണമെന്നുണ്ടെങ്കിൽ വിക്കിയെയും അറസ്റ്റ് ചെയ്യണം. കൂടാതെ ഇവർക്ക് 3 പേർക്കും കഠിനമായ ശിക്ഷയും ലഭിക്കണം. എങ്കിൽ മാത്രമേ ഹീന കൊലപാതക കേസ് അവസാനിക്കുകയുള്ളൂ. ഈ ഒരു കേസിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത്, നമ്മൾ ഒരുപാട് കേസിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. ഈ കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാവരും ഓരോ വിധത്തിൽ ഈ കേസിന് ഉത്തരവാദികളാണ്. ഹീനയുടെ കാര്യം പറഞ്ഞാൽ അവൾ ചെറുപ്പം മുതലേ ഒരു മോശം കുട്ടിയായിരുന്നു. അതിനർത്ഥം അവളുടെ അമ്മയച്ഛനും അവളെ ലാളിച്ചു വളർത്തി ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാറ്റിൻ്റെയും പ്രാധാന്യം ചെറുപ്പം മുതലേ അവൾക്ക് മനസ്സിലായില്ല. പണത്തിൻ്റെ പ്രാധാന്യം, മാതാപിതാക്കളുടെ സ്നേഹം, ഒന്നിൻ്റെയും പ്രാധാന്യം അവൾക്കറിയില്ലായിരുന്നു. ഇക്കാലത്തിൽ ഒരുപാട് തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകാൻ തുടങ്ങി. അവളുടെ ദുശീലങ്ങൾ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ജോലിയായിരുന്നു അവൾ ചെയ്തത്. അങ്ങനെ ഒരു സ്പോയിൽഡ് ചൈൽഡായി. എന്നാൽ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ കൊല്ലപ്പെട്ടത് ന്യായീകരിക്കാൻ ഒരിക്കലും സാധിക്കില്ല. എത്ര മോശം വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞാലും അവരെ കൊല്ലാൻ ആർക്കും അവകാശമില്ല. എന്നാൽ ഈ കേസിൽ ഹീന ചെയ്ത ഒരു തെറ്റ്, നമ്മളെല്ലാവരും ജീവിതത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ദൈവം നമുക്കൊരു അവസരം നൽകും തെറ്റ് തിരുത്താനായി. ആ അവസരം ഉപയോഗിച്ച് ആ തെറ്റ് തിരുത്താതെ വീണ്ടും പഴയതുപോലെ തന്നെ ആകുമെന്ന് വിചാരിച്ചാൽ തീർച്ചയായും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അധികമാണ്. അതേ തെറ്റാണ് ഹീനയും ചെയ്തത്. വിവാഹം കഴിക്കുന്നതിന് മുൻപ് ഒരുപാട് പ്രശ്നങ്ങൾ അവൾക്കുണ്ടായിരുന്നു. ജീവിതം വളരെ ദുർഘടമായിരുന്നു. പക്ഷെ ആദിനൻ എന്ന വ്യക്തിയെ വിവാഹം കഴിച്ചതിന് ശേഷം അവൾ സന്തോഷവതിയായിരുന്നു. അപ്പോൾ അവൾ ചെയ്യേണ്ടിയിരുന്നത് ഈ ഹൂക്ക ബാറിലെ ജോലി അവസാനിപ്പിക്കണമായിരുന്നു. ഒരുപാട് സമ്പന്ന സുഹൃത്തുക്കളുമായുള്ള കോണ്ടാക്ട്സ് എല്ലാം അവസാനിപ്പിക്കണമായിരുന്നു. തനിക്ക് ലഭിച്ച നല്ല ജീവിതം അതും മുന്നോട്ട് കൊണ്ടുപോകണമായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു അവസരം ലഭിച്ചു. പക്ഷെ അവസരം അവൾ നഷ്ടപ്പെടുത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഹീന ചെയ്ത ഏറ്റവും വലിയ തെറ്റത് തിരികെ ജോലിക്ക് പോയത്, വീണ്ടും പുരുഷന്മാരുമായി സംസാരിക്കാൻ തുടങ്ങിയത്. ഇതാണ് ഭർത്താവിനൊരു പ്രേരണയായി മാറിയത്. ഒരു പക്ഷെ ജോലിക്ക് പോകാതെ വിവാഹം കഴിച്ചതിന് ശേഷം കുഞ്ഞുങ്ങളൊക്കെയായി നല്ലൊരു ജീവിതം നയിച്ചിരുന്നെങ്കിൽ, സന്തോഷമായി ജീവിച്ചിരുന്നെങ്കിൽ അവൾ ഇന്നും ജീവിച്ചിരിക്കുമായിരുന്നു. പക്ഷെ എങ്കിൽ പോലും ആ ഭർത്താവിന് നല്ലവനെന്ന് പറയാൻ സാധിക്കില്ല. ഒരു പക്ഷേ അവനും കുറച്ച് ദിവസത്തിൽ ഹീന എന്ന പെൺകുട്ടിയെ ബോറടിക്കാം, മറ്റു സ്ത്രീകളുമായി ബന്ധമുണ്ടായിട്ടുണ്ടാകാം. ഒരു പക്ഷെ അങ്ങനെയും ചില കാരണങ്ങൾ കണ്ടു എന്നിരിക്കാം, പറയാൻ സാധിക്കില്ല. എന്തു തന്നെ ആയാലും ഹീന നല്ല ഭാര്യയായിരുന്നെങ്കിൽ അവൾക്ക് നല്ലൊരു സന്തോഷകരമായ ജീവിതത്തിന് അപ്പോഴും സാധ്യതയുണ്ടായിരുന്നു. ഈ കേസിലൂടെ നമ്മൾ എല്ലാവരും എടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വിവാഹത്തിന് മുൻപായാലും ജീവിതത്തിൽ എത്ര വലിയ കയ്പ് നിറഞ്ഞ സംഭവങ്ങൾ ഉണ്ടായാലും അവയെല്ലാം ഒരു ദുസ്വപ്നമായി മറന്ന് വിവാഹത്തിന് ശേഷം നല്ലൊരു ജീവിതം തുടങ്ങണം. ഒരുപാട് പേർ ഇവിടെ ചെയ്യുന്ന തെറ്റ്, വിവാഹ ജീവിതത്തിന് മുൻപ് ചെയ്ത തെറ്റായ കാര്യങ്ങളെല്ലാം വിവാഹത്തിന് ശേഷവും കൊണ്ടുവരും. ഒന്നുകിൽ അവർക്കുള്ള പാസ്റ്റ് റിലേഷൻഷിപ്പിനകത്തേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ തെറ്റായ ശീലങ്ങൾ തിരികെ കൊണ്ടുവരും. ഇങ്ങനെ സന്തോഷകരമായി പോകുന്ന വിവാഹ ജീവിതം, ആ ജീവിതം അവിടെ എഫക്റ്റ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ തെറ്റാണ് ഹീനയും ചെയ്തത്. അപ്പോൾ അക്രമം ഒന്നിനും ഒരു പരിഹാരമേ അല്ല. ഒരു കൊലപാതകം ചെയ്ത് എളുപ്പത്തിൽ രക്ഷപ്പെടാം എന്നൊക്കെ നിങ്ങൾ കരുതുകയാണെങ്കിൽ തെറ്റാണ്. ഇന്നത്തെ ടെക്നോളജി, ഫോറൻസിക് സാങ്കേതിക വിദ്യ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഒരു കൊലപാതകം കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഒരു കൊലപാതകം, ഒരു തെറ്റ്, ഒരു അക്രമം ചെയ്യുന്നതിന് മുൻപ് ഒരുപാട് തവണ ചിന്തിക്കുക. 100% നിങ്ങൾ പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസിന് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.